സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമരം അനാവശ്യമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ആവശ്യവും അനാവശ്യവും എന്താണെന്ന് ആരോഗ്യമന്ത്രി തിരിച്ചറിയണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ധനമന്ത്രി സമരത്തെ തള്ളിപ്പറയുന്നത്. ആശാ വർക്കേഴ്സിനൊപ്പം നിൽക്കുമെന്നും കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ ആശാവർക്കർമാർ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ്, അത് എന്തോ നിയമവിരുദ്ധതയാണ്, ഇതെന്തോ ഒരു മാവോയിസ്റ്റുകളാണ്. ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത്? ആരോടാ പറയുന്നത്? ബധിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത്? അപ്പൊ കേസെടുക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. കേസെടുത്തെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാൻ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരാം. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വരാം നിങ്ങളുടെ കൂടെ. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാൻ. സലീം, ഏതാണ്ട് 10 ദിവസമാകുന്നു ആശാ വർക്കേഴ്സിന്റെ സമരം, പ്രതിഷേധം തുടങ്ങിയിട്ട്. അത് പ്രതിപക്ഷം ഏത് നിലയ്ക്കാണ് ഈ സമരം ഏറ്റെടുക്കാൻ പോകുന്നത്? എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഗോപി, ഈ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ 10 ദിവസത്തിലേക്ക് എത്തുമ്പോൾ സമീപകാലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഏറ്റവും ശക്തമായ സമരം എന്ന നിലയിലേക്ക് തന്നെ സമരം മാറുന്നു എന്നുള്ളത് മാത്രമല്ല, സമരത്തിന് പിന്തുണ കൂടി ലഭിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റേതുൾപ്പെടെയുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകളൊന്നും ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നില്ല. അതിനൊടുവിൽ 10 ദിവസം ആ സമരം ശക്തിപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടെത്തുകയും പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുകയാണ്. പ്രതിപക്ഷവും UDF-ഉം ഈ സമരത്തിനൊപ്പമുണ്ട്, സമരത്തിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സംസാരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ്. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി അനാവശ്യ സമരമെന്ന് പറഞ്ഞത് ആവശ്യവും അനാവശ്യവും ആരോഗ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നു. മാത്രമല്ല, ധനകാര്യമന്ത്രി വിമർശിക്കുന്നത് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ധനകാര്യമന്ത്രി ഈ സമരത്തെ തള്ളിപ്പറയുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസ് അനുകൂല സംഘടനകൾ പോലും ഈ സമരം ഏറ്റെടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് എന്ന് ഈ വേദിയിൽ തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീ സമരശക്തിയാണ് ഇപ്പോൾ ഈ സമരം ഇത്രയും വിജയമായി മുന്നോട്ട് പോകുന്നതിന് കാരണം എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇപ്പോൾ ആ സമരത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുകയാണ്. മോൻസ് ജോസഫ് MLA ഇപ്പോൾ ഈ സമരവേദിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ നേതാക്കളും, ഓരോ പ്രധാനപ്പെട്ട സാംസ്കാരിക നേതാക്കളും നായകന്മാരും ഒക്കെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ സമരത്തിന് പിന്നാലെ സർക്കാർ 2 മാസത്തെ കുടിശ്ശികയ്ക്കുള്ള തുക അനുവദിച്ചിരുന്നു ധനവകുപ്പ്. പക്ഷേ അത് നേരത്തെ തന്നെ അനുവദിച്ചതാണെന്നും അത് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നും ഒരാളെങ്കിലും അത് ഈ ദിവസവും വാങ്ങിയിട്ടില്ല എന്നും ഈ ആശാവർക്കർമാർ പറയുന്നു. മാത്രമല്ല, 13,000-ലധികം രൂപയാണ് ഒരു മാസം ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത് എന്ന് ഇന്നലെ സർക്കാർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. 7,000 രൂപയാണ് ഓണറേറിയമെങ്കിൽ പോലും അതുപോലും പൂർണ്ണമായി ലഭിക്കാത്ത 1,500 രൂപ വരെ ലഭിക്കുന്ന ആളുകളുണ്ട്. അപ്പോഴാണ് ഈ കള്ളക്കണക്ക് സർക്കാർ പറയുന്നത് എന്നുള്ളതാണ് ഈ സമരക്കാർ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഈ സമരക്കാർ നടത്തുന്നു. മാത്രമല്ല, നാളെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു മഹാസംഗമം, ആശാവർക്കർമാരുടെ മഹാസംഗമം കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10,000-ലധികം ആശാവർക്കർമാർ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് സമരക്കാരുടെ അവകാശവാദം. ഗോപി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.